പ്രണയം എന്നുള്ളത് 30കൾക്ക് ശേഷമല്ല 50കൾക്ക് ശേഷമാണെങ്കിലും എപ്പോഴും പ്രണയം വളരെ മനോഹരമായിട്ടുള്ള ഇമോഷനാണ്. പ്രണയം എന്ന് പറയുന്നത് എന്താ, ബീങ് പ്രസൻറ്റ് എന്നുള്ളതാണ് അല്ലേ. എപ്പോഴും പ്രണയത്തിന് ഞാൻ കൊടുക്കുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഗിവിങ് ആണ്. അത് തിരിച്ചൊന്നും എക്സ്പെക്ട് ചെയ്യാതെ ഗീവ് ചെയ്യുന്നതിനാണ് പ്രണയം എന്ന് പറയുന്നത് എന്നാണ് എൻ്റെ ഒരു. ഞാനേ നിറവിലുള്ളവളായിരിക്കണം, അല്ലെങ്കിൽ ഞാനൊരു രാജ്ഞിയായിരിക്കണം. ഞാനൊരു രാജ്ഞി, ഒരു രാജ്യത്തെ രാജ്ഞിയെ പോലെ ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഒരു സ്ത്രീകളിൽ വേണ്ട ഒരു അവതാരമാണെന്ന് ഞാൻ പറയും. നമ്മളൊരു രാജ്ഞിയാണെങ്കിൽ മാത്രമാണ് നമുക്ക് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ പ്രജകൾക്ക് എന്ത് കൊടുത്താലും ഏത് പ്രജയ്ക്ക് ഞാൻ എന്താ കൊടുത്തതെന്ന് എനിക്ക് ഓർക്കേണ്ട പോലും ആവശ്യമില്ല. ബിക്കോസ് എനിക്ക് എത്ര പേർക്ക് കൊടുത്താലും അത്രയും നിറവിലായിരിക്കും ഞാൻ ജീവിക്കുക. ഫസ്റ്റ് അങ്ങനെ ഒരാൾക്ക് മാത്രമാണ് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഇപ്പം മിഥുന സിനിമയിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാണിക്കുന്നത് അല്ലേ. കാരണം ആ പ്രണയിക്കുന്ന സമയത്ത് എത്ര കത്തുകൾ എഴുതിയെന്നറിയാം. അന്ന് എന്നോട് പറഞ്ഞ വാക്കുകളെല്ലാം ഓർക്കുന്നില്ല, ഇപ്പം നിങ്ങളത് പറയാത്ത എന്താണെന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്നൊരു ഭാര്യ. അത് എത്ര ഭംഗിയായിട്ട് സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു യാത്രയ്ക്ക് പോകണം, അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വീട്ടിൽ വരിക എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ കൂടുതലും സ്ത്രീകളായിരിക്കും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആകലപ്പെടുക, എന്ത് കൊടുക്കണം. അല്ലെങ്കിൽ തന്നെ ഇപ്പം ഞാൻ അന്ന് ആ മിഥുനം സിനിമ കണ്ടപ്പോൾ എനിക്ക് ഉർവശീനെ കണ്ടിട്ട് ചിരി വന്നു. അതായത് മോഹൻലാൽ എന്തോരം സ്ട്രഗിൾ ചെയ്യുന്നു, അതിന്റെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ളൊരു ഉള്ളിൽ എനിക്ക് കണ്ടപ്പോഴേക്കും അയ്യേ ഓവറാണല്ലോ കുറച്ച് എന്നൊക്കെ തോന്നിപ്പോയി. പക്ഷെ ഇന്നത്തെ ഒരു ലൈഫിൽ എല്ലാവരും മിക്ക വീടുകളിലും അങ്ങനെ ഒരു ഉർവശിയുണ്ട്. എല്ലാവരും ടു ഇമോഷണൽ ആയ എന്ത് ബോറായിരിക്കും. കുറച്ച് അതൊക്കെ വിട്ടുകളാ, നിനക്ക് എന്തിന്റെ കേടാന്ന് പറയാനും ആൾക്കാർ വേണ്ടേ. അതും വേണമല്ലോ. സ്ത്രീകൾക്കെന്ന് വെച്ചാൽ ഒരു അപ്രിസിയേഷന് ഭയങ്കര വാല്യൂ. ഞാൻ അന്ന് പറഞ്ഞില്ലേ നോർത്ത് പോള് സൗത്ത് പോള് എന്ന് പറഞ്ഞിട്ട്, എന്ന് പറഞ്ഞ പോലെ തന്നെയായിരിക്കും നമുക്ക് വരുന്ന പാർട്ട്നേഴ്സ്. അല്ലാതെ ഇപ്പം ഒന്നിച്ച് യാത്ര ചെയ്യണമെന്ന് ആഗ്രഹം, ഞാൻ യാത്ര ചെയ്യും നീ യാത്ര ചെയ്യും എന്ന് പറയുമ്പോൾ നമ്മളുടെ യാത്ര എന്ന് ചിലപ്പോൾ നന്നായിട്ട് പ്ലാൻ ചെയ്ത് നല്ല റിസോർട്ടിലൊക്കെ താമസിച്ചിട്ടില്ല. അവർക്ക് ചുമ്മാ ഏതെങ്കിലും പോകുന്ന വഴിക്കുള്ള ഹോട്ടലായാലും പ്രശ്നമില്ല, അവർക്ക് ചുമ്മാ ഇങ്ങനെ യാത്ര ചെയ്യാന്നുള്ളതായിരിക്കും. ചിലർക്ക് അങ്ങനെയല്ല, ഒരു ലൊക്കേഷൻ ചൂസ് ചെയ്ത് അവിടെ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളത്. അപ്പോൾ യാത്രയ്ക്ക് പോകുന്ന കാര്യത്തിൽ പോലും ഇവർ തമ്മിൽ പ്രശ്നങ്ങളുണ്ടാവും. പാട്ടുകൾ ഭയങ്കര ഇഷ്ടം, എനിക്കും ഇഷ്ടമാണ്. എന്ത് ടൈപ്പ് പാട്ടാണ് ഇഷ്ടമെന്ന് ചിലപ്പോൾ നമ്മൾ പറയുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ ഇതിലൊക്കെ വ്യത്യാസങ്ങളുണ്ടാവും. ഇപ്പം ഞാൻ ചെയ്യണമെന്ന് വെച്ചാൽ ഇപ്പം ഞാൻ ബാക്കി എല്ലാ ബന്ധങ്ങളും പാർട്ണർഷിപ്പ് ഒഴിച്ച് ബാക്കി എല്ലാ ബന്ധങ്ങളിലും നമ്മൾ പറയും നമ്മുടെ അച്ഛൻ ഇങ്ങനെയാണ്, അമ്മ ഇങ്ങനെയാണ്, സഹോദരങ്ങളുടെ സ്വഭാവം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അനിയത്തിമാർ ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ അവരായിട്ട് ഉൾക്കൊള്ളുക. അവരെ അങ്ങ് മാറ്റിക്കളയുന്നില്ല നമ്മൾ. അതങ്ങനെ ആയിപ്പോയി, അവൻ്റെ സ്വഭാവം ഇങ്ങനെ ആയിപ്പോയി, അച്ഛൻ ഇച്ചിരി കർക്കശക്കാരനാണ്, ഇങ്ങനെയാണ് എന്ന് നമ്മൾ പറയാണ്. പക്ഷെ പാർട്ണറുടെ കേസ് വരുമ്പോൾ നമ്മൾ പറയുകയാണ് നിങ്ങൾ ഇങ്ങനെ ആവണം എന്ന്. അങ്ങനെ ആവണം എന്ന് പറയുന്നിടത്തെല്ലാം ഞാൻ നോക്കുമ്പോൾ പ്രശ്നങ്ങളാണ് കൂടുതൽ. നേരെ മറിച്ച് എല്ലാ വ്യക്തികളും വ്യത്യസ്തരാണെന്നും അവരുടെ വാല്യൂ സിസ്റ്റം വ്യത്യസ്തരാണെന്നും, ഈ ശരി തെറ്റുകൾക്ക് പോലും നമുക്ക് തെറ്റെന്ന് തോന്നുന്നു ചിലപ്പോൾ അയാളുടെ കണ്ണി ശരിയായിരിക്കാം, അയാൾക്ക് അതിന് അതിൻ്റെതായിട്ടുള്ള റീസൺസും ഉണ്ടായിരിക്കാം. അപ്പോൾ നമ്മളിത് തെറ്റെന്ന് പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. എന്താണ് അവരുടെ ആ ഒരു പോയിന്റ് എന്നുള്ളത് നമ്മൾ അവരെ ഉൾക്കൊള്ളാൻ ശ്രമിക്കുക എന്ന് പറയുന്നത് ഒരു വലിയൊരു കാര്യമാണ്. അപ്പോൾ ആ വ്യക്തിയായിട്ട് നമ്മൾ അംഗീകരിക്കുമ്പോഴായിരിക്കും ഒരു പക്ഷേ നമുക്ക് റിലേഷൻഷിപ്സൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ എപ്പോഴും കോൺഫ്ലിക്റ്റ് ഉണ്ടാകുക. ഈ എക്സ്ട്രാ മാരിറ്റൽ എന്ന് പറഞ്ഞാൽ നമുക്കത് വലിയൊരു വിഷയമായിട്ട് തന്നെ പറയും. ഇതൊന്നും അല്ലാത്ത വീടുകളിൽ സന്തോഷമുണ്ടോ? ഇതൊന്നും അല്ലാത്ത വീടുകളിലും എന്നും പ്രശ്നമാണ്. നിങ്ങൾ എവിടെ പോയാലും എന്നെ വിളിക്കത്തില്ല, നിങ്ങൾ എന്നെ അന്വേഷിക്കത്തില്ല, അല്ലെ കെയർ ചെയ്തില്ല. അപ്പോൾ നമ്മൾ പറയും പാർട്ണർഷിപ്പിൽ ഇതെല്ലാം വേണ്ടേ. അത് ഡിപ്പെൻസ് അപ്പോൺ ഓരോ റിലേഷൻഷിപ്പ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. അപ്പം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ഈ റിലേഷൻഷിപ്പിൻ്റെ ക്ലാസ് ഒരു കോമൺ റൂള് പറയുന്നേക്കാളും നല്ലത് ഡിഫറെൻറ്റ് എന്താണ് നിങ്ങളുടെ വാല്യൂസ്, എന്താണ് നിങ്ങളുടെ വാല്യൂസ് എന്ന് ചോദിച്ചിട്ട് അതിലൊരു മാച്ച് ഉണ്ടാക്കി കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. ബിക്കോസ് ഞാൻ കോമൺ ആയിട്ടൊരു കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ആ പറഞ്ഞ കാര്യം അവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ അവർക്ക് ഞാനത് പറഞ്ഞു എന്ന് വിചാരിച്ച് അവർ ചെയ്തെന്ന് വിചാരിച്ചിട്ടും അവർക്ക് ആ റിസൾട്ട് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ബെറ്റർ എല്ലാ ഹ്യൂമൻ ബീങ്സും വ്യത്യസ്തരാണ്. ഇപ്പോൾ തന്നെ പറഞ്ഞില്ല, ആദ്യം പറഞ്ഞപ്പോൾ നമ്മളൊരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ നമ്മൾ അത് ബ്രേക്കപ്പ് ആകുമ്പോൾ അവരിലുള്ള പാറ്റേൺ നമ്മൾ ഇവരിൽ തിരയും എന്നുള്ളത്. അവിടെ തന്നെ നമ്മൾ ആ ഒരു തോട്ട് പ്രോസസ്സിൽ തന്നെ ചേഞ്ച് ചെയ്യണം. ബിക്കോസ് നമ്മൾ ഒരു പാറ്റേണിൽ നിന്ന് അല്ലെങ്കിൽ ആ റിലേഷൻഷിപ്പിൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും അവരെ തിരഞ്ഞിട്ട്, കാരണം ബിക്കോസ് അവരല്ല വേറൊരാൾ. അവരുടെ സംസാരിക്കുന്ന രീതിയോ പെരുമാറുന്ന രീതിയോ കൺസിഡർ ചെയ്ത രീതിയോ ഒക്കെ ഇപ്പോഴും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അന്നത്തെ റിലേഷൻഷിപ്പിൻ്റെ ആ ഒരു ഹീലിംഗ് ഇപ്പോഴും നമ്മളുടെ നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞു വെച്ചാൽ ഇപ്പം മക്കളുടെ കേസ് എപ്പോഴും പറയുന്നതെന്ന് വെച്ചാൽ എളുപ്പമുണ്ട് ചിന്തിക്കാൻ ആളുകൾക്ക് കേൾക്കുമ്പോൾ. ഇപ്പം നമുക്കൊരു വീട്ടിൽ തന്നെ 2 കുട്ടികളുണ്ടെങ്കിലും മൂത്ത കുട്ടിയുടെ സ്വഭാവം ആവണമെന്നില്ലല്ലോ രണ്ടാമത്തെ കുട്ടി. പക്ഷെ 2 പേരെയും നമ്മുടെ മക്കളായിട്ട് തന്നെ നമ്മൾ കാണുന്നില്ലേ എന്ന് പറയുന്നത് പോലെ തന്നെ
മൂത്ത കുട്ടിയുടെ സ്വഭാവം പോലെ ആവാൻ പറയില്ലോ രണ്ടാമത്തെ കുട്ടിയോട്, പറയില്ല. ബിക്കോസ് നമുക്കറിയാം എല്ലാ ഇൻഡിവിജ്വൽസും ഡിഫറെൻറ്റും യൂണീക്കുമാണ്. എല്ലാ സ്ത്രീകളും ഒരുപോലെയാണ് ചിന്തിക്കുന്നത്, ഒരിക്കലും അല്ല. അപ്പോൾ നമ്മൾ ചിലരെ കാണുമ്പം നിങ്ങൾക്കത് സഹിക്കാൻ പറ്റുമായിരിക്കും, എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്ന് നമ്മൾ പറയാറില്ല ചില കാര്യങ്ങളിൽ. അതിൻ്റെ അർത്ഥം തന്നെ നമ്മൾ രണ്ടും വ്യത്യസ്തമായിട്ടാണ് ചിന്തിക്കുന്നത് എന്നുള്ളതല്ലേ. അപ്പോൾ ഈ വ്യത്യസ്തത എല്ലാവരുടെയും എല്ലാ കാര്യങ്ങളിലും ഉണ്ട്. അപ്പോൾ ശരി തെറ്റുകളൊക്കെ അവനവൻ്റെ വീക്ഷണങ്ങളിലാണ്. പക്ഷെ നമ്മൾ സമൂഹത്തിൽ കോമൺ ആയിട്ട് കുറേ നിയമങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട്. എന്തിനാ? നന്നായി ബന്ധങ്ങൾ നിലനിർത്താൻ. നല്ല ബന്ധങ്ങൾ നിലനിൽക്കണമെങ്കിലാണ് വിവാഹം എന്നുള്ളൊരു സിസ്റ്റം ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ ആ സിസ്റ്റത്തിൽ നിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് റൂൾസ് കൊടുത്തിട്ടുണ്ട്. നിയമങ്ങളെല്ലാം മനുഷ്യൻ്റെ നന്മയ്ക്കായിട്ട് തന്നെയുള്ളതാണ്. അപ്പോൾ അത് പാലിക്കാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലത്. പക്ഷെ അതും ആളുകളുടെ ലൈഫ് അനുസരിച്ച് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു ഇത്രയും ആളുകളുടെ ജീവിതം കാണുന്ന ഒരു എക്സ്പീരിയൻസിൽ വെച്ചിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതൊരു റിയാലിറ്റിയാണ്. അപ്പോൾ ബെറ്റർ നമ്മൾ ആരോടാണോ റിലേഷൻഷിപ്പിലുള്ളത് അവരെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. പ്ലസ് നമ്മളെ മനസ്സിലാക്കുക, എന്താണ് എനിക്ക് വേണ്ടത് എന്നുള്ളത്. അത് നമ്മളിലേക്കത് ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ വർക്ക് ചെയ്യുകയും ചെയ്യണം. ഈ 30-ന് ശേഷമുള്ള പ്രണയങ്ങൾ സ്ത്രീകളെ കൂടുതൽ സുന്ദരികളാക്കും. 30-ന് പ്രണയം എപ്പോഴും ഒരു ഗുഡ് ഇമോഷൻ തന്നെയാണ്. സ്ത്രീകളെ കൂടുതൽ സുന്ദരികളാക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സൗന്ദര്യം ഓരോരുത്തരുടെ കണ്ണുകളിലല്ലേ. ഇപ്പം നമുക്ക് നമ്മളെ നല്ല സുന്ദരിയായിട്ട് തോന്നിയാൽ നമ്മൾ അടിപൊളിയായി, നമ്മളെ ഹാപ്പി ആവും എന്നുള്ളതാണ്. ശരി, ഓക്കെ. ഉറപ്പായിട്ടും പ്രണയം എന്നുള്ളത് 30-കൾക്ക് ശേഷമല്ല 50-കൾക്ക് ശേഷമാണെങ്കിലും എപ്പോഴും പ്രണയം വളരെ മനോഹരമായിട്ടുള്ള ഇമോഷനാണ്. അപ്പം പ്രണയം എന്ന് പറയുമ്പം അത് പല തലങ്ങളിലുണ്ട്. അതായത് ഇപ്പം അത് കുറച്ച് മുമ്പ് സംസാരിച്ച പോലെ തന്നെ ഇപ്പോൾ ഈ കമ്പാനിയൻഷിപ്പ് എന്ന് പറയുമ്പം കമ്പാനിയൻഷിപ്പിന് വേണ്ടിയിട്ടുള്ള പ്രണയമാണോ, അതെയോ നമുക്കിപ്പോൾ ഒരു പൂവിനോടും ഒരു കാണുന്ന എല്ലാത്തിനോടും നമുക്ക് പ്രണയം തോന്നാം അല്ലേ. പ്രണയം എന്ന് പറയുന്നത് എന്താ? ബീങ് പ്രസൻറ്റ് എന്നുള്ളതാണ് അല്ലേ. അല്ലെങ്കിൽ നമുക്ക് എപ്പോഴും പ്രണയത്തിന് ഞാൻ കൊടുക്കുന്ന ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഗിവിങ് ആണ്. അത് തിരിച്ചൊന്നും എക്സ്പെക്റ്റ് ചെയ്യാതെ ഗീവ് ചെയ്യുന്നതിനാണ് പ്രണയം എന്ന് പറയുന്നത് എന്നാണ് എൻ്റെ ഒരു പോയിന്റ്. നമ്മൾ തിരിച്ച് എക്സ്പെക്റ്റ് ചെയ്തു കഴിഞ്ഞാൽ അത് പ്രണയമല്ല. അപ്പോൾ അങ്ങനെ അനുഭവിക്കുന്നവർക്ക് എപ്പോഴും സന്തോഷമായിരിക്കും. കാരണം അവർ തിരിച്ചൊന്നും എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല, അവർക്ക് പ്രണയിക്കാൻ പറ്റും. തിരിച്ച് നമ്മൾ ഞാൻ നിന്നെ അന്ന് അങ്ങനെ കരുതിയില്ലേ, നീ എന്നെ തിരിച്ചങ്ങനെ കരുതില്ലേ, അതിന് ഞാൻ ലെസ്റ്റ് എന്നേ പറയുള്ളൂ. കാരണം നമ്മൾ ലെസ്റ്റിലാണ്. ലെസ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പം അങ്ങനത്തെ മീനിങ് പറഞ്ഞതല്ല, അത് പ്രണയമല്ല. പ്രണയം ഇപ്പം ആ വ്യക്തി അറിയണമെന്ന് പോലുമില്ല നമുക്ക് അവരെ പ്രണയിക്കാൻ അല്ലേ. നമ്മളിപ്പോൾ ആ വ്യക്തിയോട് പറയണോ നമുക്ക് അവരോട് പ്രണയം ഉണ്ടെന്ന്? അങ്ങനെ പോലും പറയേണ്ട ആവശ്യമില്ല. പക്ഷേ അങ്ങനെ പ്രണയിച്ച് ജീവിക്കുന്ന എത്ര പേരുണ്ട്? അങ്ങനെ പ്രണയിച്ച് ജീവിക്കുവാണെങ്കിൽ പോലും നമ്മൾ ഹാപ്പി ആയിരിക്കും. അപ്പോൾ തിരിച്ച് ഞാനൊന്ന് എക്സ്പെക്റ്റ് ചെയ്യാതെ എനിക്ക് ജീവിക്കണമെങ്കിൽ എനിക്കെല്ലാം ഉള്ളവളായിരിക്കണം. എന്നിൽ നിറവില്ലെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് എന്നെ കെയർ ചെയ്യാൻ പറ്റുന്നില്ല, എനിക്ക് ഫിനാൻഷ്യലി ഞാൻ ഡിപ്പെൻഡൻ്റ് ആണ്, അല്ലെങ്കിൽ എനിക്കത് ചെയ്യാനുള്ള പ്രാപ്തിയില്ല, അതിനുള്ള സ്കിൽ എന്നിൽ ഇല്ലെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ അവിടെ ഒരു ഡിപ്പെൻഡൻസി ആഗ്രഹിക്കും ഇല്ലേ. ആ ഡിപ്പെൻഡൻസി ആഗ്രഹിച്ചിട്ട് എനിക്കത് കിട്ടിയില്ലെങ്കിൽ ഞാൻ തകർന്നു പോയില്ലേ. ഞാൻ ചിലപ്പോൾ അയാൾ ഇഷ്ടപ്പെടുന്നുണ്ടാവാം, പക്ഷെ എന്നെ അയാൾ കരുതുന്നില്ലെങ്കിൽ എനിക്കവിടെ തകർച്ച വരില്ലേ. അപ്പം ഞാനേ നിറവിലുള്ളവളായിരിക്കണം, അല്ലെങ്കിൽ ഞാനൊരു രാജ്ഞിയായിരിക്കണം. ഞാനൊരു രാജ്യത്തെ രാജ്ഞിയെ പോലെ ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. ഒരു സ്ത്രീകളിൽ വേണ്ട ഒരു അവതാറാന്ന് ഞാൻ പറയാം. ആളുകൾ ടീച്ച് ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, ആദ്യത്തെ അവതാരം ക്യൂൻ അവതാറാന്ന് പറഞ്ഞിട്ട് ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും പറയാറുണ്ട്. അതായത് നമ്മളൊരു രാജ്ഞിയാണെങ്കിൽ മാത്രമാണ് നമുക്കൊരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ, നമ്മൾ പ്രജകൾക്ക് എന്ത് കൊടുത്താലും ഏത് പ്രജയ്ക്ക് ഞാൻ എന്താ കൊടുത്തതെന്ന് എനിക്ക് ഓർക്കേണ്ട പോലും ആവശ്യമില്ല. ബിക്കോസ് എനിക്ക് എത്ര പേർക്ക് കൊടുത്താലും അത്രയും നിറവിലായിരിക്കും ഞാൻ ജീവിക്കുക. ഫസ്റ്റ് അങ്ങനെ ഒരാൾക്ക് മാത്രമാണ് മറ്റൊരാൾക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ അല്ലാത്ത ഒരാൾ കൈൻഡ്നസ് കാണിക്കാൻ പോയി കഴിഞ്ഞാൽ അയാൾ പെട്ടുപോകും. അപ്പോൾ ആദ്യം അവനവനെ ഫില്ല് ചെയ്യുക, ആ ഒരു രാജ്ഞിയാവും ഓരോ സ്ത്രീയും, എന്നിട്ട് സ്നേഹിക്കുക. അതാണ് യഥാർത്ഥ പ്രണയം. അങ്ങനെയുള്ള പ്രണയം ഏത് പ്രായത്തിലൊരു സ്ത്രീക്ക് സൗന്ദര്യവും സ്മാർട്ട്നെസ്സും മൊത്ത സന്തോഷവും ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കും. അല്ലാതെ അവർക്കിപ്പോൾ എല്ലാം ഇങ്ങനെ തികഞ്ഞെല്ലാം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടല്ല. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ഈ ആണുങ്ങളുടെ കാര്യം നമ്മൾ പലപ്പോഴും സംസാരിക്കാറില്ല, അത് വലിയൊരു പരാതി തന്നെയാണ് കേട്ടോ. ഞങ്ങളെ അവരെ വിട്ടുപോകുന്നു എന്നുള്ളൊരു പരാതി എനിക്ക് എൻ്റെ അടുത്ത് പേഴ്സണലി ഇങ്ങനെ പറയുമ്പോഴേക്കും സംസാരിക്കുമ്പോൾ ഇങ്ങനെ പറയലുണ്ട്. ആണുങ്ങളെ കുറിച്ച് പറയാനാണെങ്കിൽ അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളെ കുറിച്ച് എന്ത് പറയാനാ. അതായത് സ്ത്രീകൾക്കൊരു ബേസ് ഒരു ക്യാരക്ടർ ഉണ്ടാവും. ആണുങ്ങൾക്ക് പൊതുവെ ഇപ്പൊ ഒരു വഴക്കിന്റെ കാര്യങ്ങൾ തന്നെ എടുത്താലും ഞാൻ മനസ്സിലാക്കിയത് വെച്ചിട്ട് പെണ്ണുങ്ങൾക്ക് അത് അവര് സംസാരിച്ച് തന്നെ അത് തീർക്കണം. അതായത് ഓക്കെ
പെണ്ണുങ്ങളാണെങ്കിൽ ഒരു സംസാരിച്ച് ഇതിനെക്കുറിച്ച് തന്നെ സംസാരിച്ച് അത് തീർക്കണം, ആ വഴക്കങ്ങ് തീർക്കണം. പക്ഷെ ആണുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് മിണ്ടണ്ട ആ പ്രശ്നത്തെ പറ്റി. എനിക്ക് തോന്നുന്നു ഒരു ദിവസം മിണ്ടാതിരുന്ന പിറ്റേ ദിവസം ഹായ് എന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരാണ് മിക്ക ആണുങ്ങളും. അപ്പോൾ ആണുങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്വഭാവം അതെല്ലാവർക്കും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. അതായത് പെൺകുട്ടികളുടെ ഈ സ്വഭാവം അഡ്ജസ്റ്റ് ചെയ്യാത്ത പോലെ തന്നെ ആണുങ്ങളുടെ സ്വഭാവം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് വരും. വീണ്ടും ആണുങ്ങളെ കുറ്റം പറയുന്നതല്ല, അവരുടേതായിട്ടുള്ള ഒരു വ്യൂവിൽ എന്തായിരിക്കും ഈ ഒരു പ്രശ്നത്തിന് നമ്മള് ഫിസിക്കലി തന്നെ നോക്കുമ്പോൾ നമ്മൾ വ്യത്യസ്തരാണല്ലോ, ഒരു പെണ്ണും ആണും എന്തെല്ലാം രീതിയിൽ വ്യത്യസ്തരാണ്. അതോടൊപ്പം തന്നെ ഒരു കാര്യത്തെ ഉൾക്കൊള്ളുന്ന രീതിയിലും ഒരു കാര്യത്തെ ഹാൻഡിൽ ചെയ്യുന്ന, ഈവൻ ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ മിക്കപ്പോഴും അത് ഹാൻഡിൽ ചെയ്യാൻ നിൽക്കാത്ത സിറ്റുവേഷനിൽ നിങ്ങൾ മാറി നിൽക്കുള്ളൂ. അവർക്കത് എടുക്കാനായിട്ടുള്ള ഒരു ശക്തിയില്ല, അല്ലെങ്കിൽ വാദിച്ച് അല്ലെങ്കിൽ അതിന് ക്ലാരിറ്റി തന്ന് ഇങ്ങനെ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാനായിട്ടുള്ള ഒരു ഊർജ്ജം ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ ബെറ്റർ കുറച്ച് കഴിയുമ്പോൾ അങ്ങ് റെഡി ആയിക്കോളൂ എന്ന് ഓർത്ത് മാറി നിൽക്കാറാണ് പതിവ്. പക്ഷേ ഈ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് വേണം. അതായത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു, എനിക്ക് അതിനുള്ള ക്ലാരിഫിക്കേഷൻ കിട്ടണം എന്ന് പറഞ്ഞിട്ട് പോരാടും. അപ്പം തന്നെ അത് വലിയൊരു കോൺഫ്ലിക്റ്റിന് ഇടയാവും. അപ്പം ആണുങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം തന്നെ ഇപ്പം ഇമോഷണലി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളില്ലേ, അത് എപ്പോഴും കൂടുതൽ വിമൻ ആയിരിക്കും തിങ്ക് ചെയ്യുക. ഇപ്പോൾ ഒരു യാത്രയ്ക്ക് പോകണം അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് വീട്ടിൽ വരിക എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ കൂടുതലും സ്ത്രീകളായിരിക്കും അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ആകുലപ്പെടുക, എന്ത് കൊടുക്കണം. അല്ലെങ്കിൽ തന്നെ ഇപ്പം തന്നെ ഞാനിപ്പോൾ എന്തൊക്കെ പോന്നാലും ഇന്നിപ്പോൾ രാവിലെ എന്ത് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഇനിയിപ്പോൾ വൈകിട്ട് എന്താ കൊടുക്കേണ്ടത്, ഉച്ചയ്ക്ക് പിള്ളേർക്കുള്ള ഇത്, ഇങ്ങനത്തെ എല്ലാ തോട്ടും എനിക്ക് കൂടുതലായിട്ടുണ്ടാവും. പക്ഷേ മറ്റേന്ന് വെച്ചാൽ ചിലപ്പോൾ ആണുങ്ങളെ സംബന്ധിച്ച് ഇന്ന് എനിക്കൊരു മീറ്റിംഗ് ഉണ്ട് കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പോയാൽ മതി. ഇപ്പോൾ തന്നെ എനിക്കൊരു മീറ്റിംഗ് വന്നു കഴിഞ്ഞാൽ ഞാൻ മീറ്റിങ്ങിന് പോകുമ്പോൾ ഇവിടുത്തെ എല്ലാം ഓക്കെ ആണോ എന്ന് ഞാൻ ചിന്തിക്കേണ്ടതായിട്ട് വരും. അപ്പോൾ എപ്പോഴും നമ്മൾ പറയാം തോട്ട് പ്രോസസ്സിങ്ങേ ഡിഫറെൻ്റ് ആണ്. പിന്നെ നമ്മൾ ചിന്തിക്കുന്ന പോലെ അവർ ചിന്തിക്കണം എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ല. ബിക്കോസ് അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കില്ല. അത് ഞാൻ പറയും, നമ്മുടെ മീനില്ലേ, വെള്ളത്തിക്കടയിലെ നീന്തോളൂ, അതിനോട് മരം കയറാൻ പറയുന്ന പോലെ. അത് മരം കയറി അതിന് ജീവിക്കാൻ പറ്റുമോ? അത് കരയിലേക്ക് വന്നാൽ അതിന് ജീവിക്കാൻ പറ്റുമോ? അതിനത് പറ്റില്ല. അതാണ് അവർ. അപ്പോൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവരെ ഉൾക്കൊള്ളാൻ പറ്റില്ലേ. പക്ഷെ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അതിലും ഒരു രസമില്ലേ. ഞാൻ പറഞ്ഞ എല്ലാവരും ടു ഇമോഷണലായ എന്ത് ബോറായിരിക്കും. കുറച്ച് അതൊക്കെ വിട്ടുകളാ, നിനക്ക് എന്തിൻ്റെ കേടാന്ന് പറയാനും ആൾക്കാർ വേണ്ടേ. അതും വേണമല്ലോ. അല്ലാതെ വീട്ടിലെല്ലാവരും കഷ്ടമായിപ്പോയി, സങ്കടമായിപ്പോയി. അപ്പം ആ ഒരു ബാലൻസിങ്ങിനായിരിക്കും ദൈവം എങ്ങനെ സൃഷ്ടിച്ചിട്ടുണ്ടാവുക. എന്തിനാ നമ്മളത് ഒന്നാവണം എന്ന് കിടന്ന് വാശി പിടിക്കുന്നത്? അവരവരായിട്ടിരുന്നോട്ടെ. അവർക്ക് അവരുടേതായിട്ടുള്ള രീതികളിൽ കുറച്ചൊക്കെ ഈഗോ ഉള്ളവരുണ്ടാവും അല്ലേ, പെട്ടെന്ന് ഈഗോ അടിക്കുന്ന ആൾക്കാരുണ്ടാവും. വിമൻ്റെ മെൻറ്റാലിറ്റി എല്ലാ രീതിയിലും സ്ത്രീ എന്ന് പറയുന്നത് അവർ വേൾഡേ എന്നുള്ള രീതിയിൽ, ഇപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ ഇപ്പം നമുക്ക് വിമനെ കുറച്ചും കൂടെ അവരുടെ ഫാമിലി ഇങ്ങനെ വേണം, ഹസ്ബൻഡ് ഇങ്ങനെ വേണം, മക്കളൊക്കെ ആയിട്ട് ഇങ്ങനെ ജീവിക്കണം, അത് ഭയങ്കര ഡ്രീംസ് ആയിരിക്കും. പുരുഷനെ സംബന്ധിച്ച് അത് ആ സാഹചര്യങ്ങൾ പോലെയൊക്കെ ഇങ്ങനെ നടന്ന് പോകുന്നുള്ള ഒരിതാണ്. അങ്ങനെയായിരിക്കും അവർ പോവുക. പിന്നെ ഒരു കാര്യം, വിമൻ ഇങ്ങനെ ഒട്ടും കൺസിഡർ ചെയ്യാത്ത ഒരാളാവുമ്പോഴാണ് അവിടുത്തെ പുരുഷൻ ഇങ്ങനത്തെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക. അതായത് ചില ആൾക്കാർ ആരെങ്കിലും വരുമ്പോൾ എന്തെങ്കിലും കൊടുക്കുക, ഒന്നും നോക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്നൊരു വിമൻ ആണെങ്കിൽ ചിലപ്പോൾ പുരുഷൻ ചിന്തിക്കും എന്തെങ്കിലും കൊടുക്കണ്ടേ, നമുക്ക് മേടിക്കണ്ടേ. അപ്പോൾ അവർ കുറച്ചും കൂടെ ഫെമിനൻ കാര്യങ്ങൾ ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ നമ്മൾ ഓർക്കും, ആ വീട്ടിലെ ചേട്ടൻ എത്ര നല്ലതാ, അവർ ആ വീട്ടിൽ എത്ര ഭംഗിയായിട്ടാണ് മാനേജ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഞാൻ ഇത്രയും സപ്പോർട്ടീവായിട്ട് നിങ്ങൾ എന്നെ ഒട്ടും ഹെൽപ്പ് ചെയ്യുന്നില്ല. ബട്ട് ദ റിയാലിറ്റി എന്താ? ചിലപ്പോൾ ആ വീട്ടിൽ അത് അപ്പുറം ഇല്ലാത്തതുകൊണ്ടായിരിക്കും ഇവരത് ചെയ്യുന്നത്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി റോൾസ് വൈസ് നോക്കുമ്പോൾ, ഇമോഷൻ വൈസ് നോക്കുമ്പോൾ എല്ലാം നമ്മൾ ഡിഫറെൻറ്റാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞ മീനായിട്ടിരുന്നാൽ പോരെ, നമ്മളവരെ അണ്ണാനാക്കേണ്ട ആവശ്യമില്ല. ഈ പല ആണുങ്ങളും അവരുടെ ആ ഒരു മസ്കുലൻ എനർജി, ആ ഒരു എന്താ പറയുക ആറ്റിറ്റ്യൂഡും കാര്യങ്ങളും ഒക്കെ അങ്ങനെ തന്നെ കീപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാരാണ്. അല്ലെങ്കിൽ അവർ ഒരു ഭാര്യനെ ഹെൽപ്പ് ചെയ്യുന്നത് കണ്ടാലോ, അല്ലെങ്കിൽ മുറ്റം അടിക്കുന്നത് കണ്ടാലോ, പാത്രം കഴുകുന്നത് കണ്ടാലോ അവർ പെൺകോന്തനാന്ന് പറയും. അപ്പൊ ഇതുകൊണ്ട് ഇവർക്ക് കരയാനും വയ്യ, അവർക്ക് പണി ചെയ്യാനും വയ്യ, എന്നാൽ ഒരു ആറ്റിറ്റ്യൂഡ് ഇട്ട് തന്നെ എപ്പോഴും ഇരിക്കുക എന്ന് പറയുന്നത് ഭയങ്കര കഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഇതവര് ബാലൻസ് ചെയ്യുമ്പോഴത്തേനും എന്താ പറയാ, നാട്ടുകാരെയും വീട്ടുകാരെ അല്ലെങ്കിൽ സൊസൈറ്റീനെയൊക്കെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? ആവശ്യമില്ല, പക്ഷെ എല്ലാവരും ബോധിപ്പിക്കില്ലേ? കാരണം നമുക്ക് എപ്പോഴും സൊസൈറ്റിയുടെ ഒരു എക്സ്പെക്ടേഷൻസ് അനുസരിച്ചിട്ടല്ലേ നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഇപ്പം തന്നെ മദ്യപിക്കുന്നില്ല എന്നൊരു പുരുഷൻ ചെന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചു, നിനക്ക് ഭാര്യനെ പേടിയായിട്ടായിരിക്കും അല്ലേ, ഞാനെന്നാ വീട്ടിലോട്ട് പോട്ടെ, ബി പി കൂടുതലാന്ന് പറയാം. അല്ലെങ്കിൽ പറയും ആ വീട്ടിലേക്ക് ഒന്ന് പോവാന്ന് വെച്ചാൽ ചിലപ്പോൾ അവർ പ്രശ്നം ഉണ്ടാകുമായിരിക്കും നീ ഈ സമയത്ത് ചെന്നില്ലെങ്കിൽ. ഇങ്ങനെ ആണുങ്ങൾ തന്നെ ആണുങ്ങളെ ഇങ്ങനെ ഈഗോ ഇത് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നതെന്നുള്ളൊരു തിരിച്ചറിവാണ് ഓരോ പുരുഷനിലും ആദ്യം ഉണ്ടാവേണ്ടത്.
അപ്പം നല്ല കുടുംബം എന്ന് അത് ഭാര്യയും ഭർത്താവും തമ്മിൽ ആ ഒരു ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞ ഇമോഷണലി ഉള്ള കമ്മ്യൂണിക്കേഷനൊക്കെ മാറ്റിയിട്ട് ഞാൻ പറഞ്ഞ ആ വ്യക്തിയെ വ്യക്തിയായിട്ട് ഉൾക്കൊണ്ട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോഴായിരിക്കും ഒരു ഇമ്പ്രൂവ്മെൻറ്റ് അവിടെ ഉണ്ടാവുള്ളൂ. നേരെ മറിച്ച് അതുവരെ നിങ്ങൾ ഇനി മുതൽ ഇങ്ങനെ ചെയ്യണം കേട്ടോ, അവിടെ പോകുമ്പോൾ ഈ ഷർട്ട് ഇടണം കേട്ടോ, ഇങ്ങനെ ചെയ്യണം അങ്ങനെ ചെയ്യണം, ഈ പരിപാടിക്ക് നിങ്ങൾ ഇത്ര മണിക്ക് വരണം, എനിക്ക് ഒന്നിച്ചു പോകാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ഇതൊക്കെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പല കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ ചില കാര്യങ്ങൾ അവർക്ക് ഓക്കെ അല്ലാത്താണെങ്കിൽ അവർ വരില്ല, ചെയ്യില്ല, പറയില്ല, അവിടെ അപ്പോൾ ഇഷ്യൂ ആയി, പ്രശ്നമായി, പിന്നെ എന്തിനാ ഞാൻ ഈ റിലേഷൻഷിപ്പ് എന്ന് ചിന്തിക്കുന്ന അവസ്ഥ. ഇപ്പം മിഥുനം സിനിമയിൽ എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് കാണിക്കുന്നത് അല്ലേ? കാരണം ആ പ്രണയിക്കുന്ന സമയത്ത് എത്ര കത്തുകൾ എഴുതിയെന്നറിയാമോ, അന്ന് എന്നോട് പറഞ്ഞ വാക്കുകളെല്ലാം ഓർക്കുന്നില്ല, ഇപ്പം നിങ്ങളത് പറയാത്ത എന്താണെന്ന് ചോദിച്ചുകൊണ്ട് നടക്കുന്നൊരു ഭാര്യ. അത് എത്ര ഭംഗിയായിട്ട് സിനിമയിൽ കാണിച്ചിട്ടുണ്ട്. കാരണം ഈ സ്ത്രീകളുടെ വിചാരം അന്ന് പറയുന്ന വാക്കുകൾ തന്നെയായിരിക്കും പിന്നീട് അങ്ങോട്ട് എല്ലാ ദിവസവും കേൾക്കുക എന്നുള്ളത്. കാരണം ഇവർക്കിത് എത്ര കേട്ടാലും സന്തോഷമായിരിക്കും. നമ്മളെക്കുറിച്ച് നല്ലത് കേൾക്കാൻ നമുക്ക് സ്ത്രീകൾക്കെന്ന് വെച്ചാൽ ഈ ഒരു അപ്രിസിയേഷന് ഭയങ്കര വാല്യൂ. ഞാൻ അന്ന് ആ മിഥുനം സിനിമ കണ്ടപ്പോൾ എനിക്ക് ഉർവശീനെ കണ്ടിട്ട് ചിരി വന്നു. അതായത് മോഹൻലാൽ എന്തോരം സ്ട്രഗിൾ ചെയ്യുന്നു, അതിന്റെ കൂടെ നിൽക്കുന്നില്ല എന്നുള്ളൊരു ഒരു ഉള്ളിൽ എനിക്ക് കണ്ടപ്പോഴേക്കും അയ്യേ ഓവറാണല്ലോ കുറച്ച് എന്നൊക്കെ തോന്നിപ്പോയി. പക്ഷെ ഇന്നത്തെ ഒരു ലൈഫില് എല്ലാവരും മിക്ക വീടുകളിലും അങ്ങനെ ഒരു ഉർവശി ഉണ്ട്, മിക്ക വീടുകളിലും ഉണ്ട്. ഇപ്പൊ ഇന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ കുറച്ചുകൂടി കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും ഉർവശി അന്ന് എന്തുമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും, എന്തോരം വിഷമിച്ചിട്ടുണ്ടാവും എന്നുള്ളത് ആലോചിച്ചു. അതായത് മോഹൻലാലിനാണെങ്കിലും കുറച്ചൊന്ന് മനസ്സിലാക്കാമായിരുന്നല്ലോ എന്നൊക്കെ ആലോചിച്ചു. ഇന്നത്തെ കാലത്ത് ആ ഉർവശികള് കുറെ ഉണ്ടാവുമല്ലോ. ഉറപ്പായിട്ടുണ്ട്. കാരണം ഉർവശികൾ ഉണ്ടാവുകയും ചെയ്യും. ഉർവശി അതായത് ഇപ്പം ഈ പറഞ്ഞ പോലെ ഒരു സ്ത്രീയുടെ യഥാർത്ഥ ആഗ്രഹം അവളുടെ ഭർത്താവ് കരുതണം, സ്നേഹിക്കണം, ഇതാണ് എന്നൊക്കെ പറയും. ന്യായമായിരുന്നില്ലേ? കുറച്ച് ന്യായമാണ്, തീർച്ചയായിട്ടും ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. അറ്റ് എ സെയിം ടൈം ഇപ്പം മോഹൻലാൽ ലാലേട്ടൻ്റെ ക്യാരക്ടറിനെ നോക്കൂ, ആ ക്യാരക്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിനും ഇല്ലേ ഒരു ന്യായം. കാരണം എന്താ, അദ്ദേഹം ലൈഫ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഒരുപാട് സ്വപ്നങ്ങൾ, എല്ലായിടത്തും പോയി ഫെയിലിയേഴ്സ്, ചീത്ത. അപ്പോൾ ഈ സ്ട്രെസ്സുകൾ ഔട്ട്സൈഡ് വേൾഡിൽ നിന്ന് ഒരുപാട് ആ ക്യാരക്ടർ അനുഭവിക്കുന്നുണ്ട്. ഇത് ചിലപ്പോൾ നമ്മൾ പുറത്തേക്ക് കളയുന്നത് ചിലപ്പോൾ നമ്മുടെ ഇൻസൈഡ് വേൾഡിൽ വന്നിട്ടായിരിക്കും. കുറച്ച് സ്വൈര്യം തരുമോ, നിന്നെ എന്തിനു കൊള്ളാം, ഇങ്ങനത്തെ എപ്പോഴും സ്ട്രെസ് എന്ന് പറയുന്ന സാധനം നമ്മളിങ്ങനെ പാസ് ചെയ്ത് പോകും. അതായത് ഇപ്പോൾ എനിക്കൊരു സ്ട്രെസ് എൻ്റെ മേലുദ്യോഗസ്ഥരിൽ നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നേക്കാളും എനർജി കുറഞ്ഞ ആളുകളാണ് അപ്പുറം ഇരിക്കുന്നതെങ്കിൽ നമുക്ക് പാസ് ചെയ്യാനായിട്ടുള്ളൊരു ടെൻഡൻസി കൂടുതലായിരിക്കും. അത് എന്നിൽ തന്നെ നിലനിർത്തുന്നത് ഞാനത് ആ നെഗറ്റീവ് ഊർജ്ജം ആർക്കും കൊടുക്കില്ല എന്ന് തീരുമാനിക്കുന്നിടത്ത് ഞാൻ വലിയൊരാളായാൽ മാത്രമേ എനിക്കത് പറ്റുള്ളൂ. അതായത് ഇപ്പോൾ തന്നെ ഒരാൾ വഴക്ക് പറഞ്ഞു, ഇന്നത്തെ എൻ്റെ മൂഡ് ശരിയല്ല, ഇന്നത് പറഞ്ഞോടുകൂടി എൻ്റെ മൂഡ് പോയി, എനിക്ക് അതുകൊണ്ട് ഇതൊന്നും നിങ്ങളുടെ കൂടെ എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മളെല്ലാവരും പറയാറില്ലേ? അതിൻ്റെ റിയാലിറ്റി നമ്മളും ആ സ്ട്രെസ്സ് പാസ് ചെയ്യുന്നവർ തന്നെയാണെന്നാണ്. അപ്പോൾ ആ സിനിമയിലൊക്കെ ആണെങ്കിലും പുറത്തുനിന്നുള്ള സ്ട്രെസ്സ് അകത്തേക്ക് പാസ് ചെയ്യുന്നു, അകത്തുനിന്നുള്ള സ്ട്രെസ്സ്. അതായത് ഒരു വീട് മാത്രം ലോക ഹസ്ബൻഡിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന സ്ത്രീ ഇന്ന് വന്നിട്ട് നമുക്ക് സംസാരിക്കാം, കറങ്ങാം, യാത്ര ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് അത് കിട്ടാതാകുമ്പോൾ അവരുടെ സ്ട്രെസ്സ് അവരങ്ങോട്ടും പാസ് ചെയ്യുന്നു. അപ്പോൾ എല്ലാ മനുഷ്യരും ഒരു തരത്തിലല്ലേ മറ്റൊരു തരത്തിൽ അവനവൻ്റേതായിട്ടുള്ള കാര്യങ്ങളിൽ സ്ട്രെസ്ഡാണ്. അതൊരു സത്യമാണ്. ഇപ്പോൾ ഒരു കുഞ്ഞു കുട്ടിയോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പം പിള്ളേർ വൈകിട്ട് വരുമ്പോൾ ഭയങ്കര ഇറിറ്റേറ്റഡ് ആയിട്ട് വരും. ഇപ്പോൾ എന്തിന് ഇത്ര ഇറിറ്റേഷൻ എന്ന് നമ്മൾ ചോദിക്കുന്നേക്കാൾ നല്ല ചിലപ്പോൾ ഒരു ടീച്ചർ ആ കുട്ടിയെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ നീ എന്താ അത് ചെയ്യാതിരുന്നത്, നീ ബാഡ് ഗേൾ ആട്ടോ, ഇനി ഞാൻ അങ്ങനെ ചെയ്യരുതെന്ന് ചിലപ്പോൾ ചെറിയൊരു സെൻറ്റൻസ് ആയിരിക്കും പറഞ്ഞത്. പക്ഷെ ആ സ്ട്രെസ് ആയിരിക്കും കൊച്ചു വീട്ടിൽ വരുമ്പോൾ ബാഗൊക്കെ ചിലപ്പോൾ അങ്ങ് എറിയുന്ന കാണുമ്പോഴത്തേക്കും കണ്ടോ ഒരു അച്ചടക്കവും ഇല്ല, മര്യാദയില്ല, എത്ര ഷൂസ് എവിടെ വെക്കണം എന്ന് പറഞ്ഞാൽ നീ ഇങ്ങനെ വലിച്ചെറിയുമെന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടികളുടെ അടുത്ത് ദേഷ്യപ്പെടും. ബട്ട് ദ റിയാലിറ്റി എല്ലാവർക്കും അവനവൻ്റെ പെയിനും സ്ട്രെസ്സും ഒക്കെ വലുതാണ്. അപ്പം നമ്മളുടെ സ്ട്രെസ്സ് മറ്റൊരാൾക്ക് വലുതാവണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് നമുക്ക് അവിടെ ഇഷ്യൂ വരുന്നത്. അപ്പം ഞാൻ പറയണതെന്ന് വെച്ചപ്പോൾ എനിക്കൊരു കാര്യം വേദന തോന്നിയെങ്കിൽ അത് എൻ്റെ മാത്രം വേദനയാണ്. അത് ആ വേദനയായിട്ട് എനിക്ക് തോന്നാൻ എൻ്റേതായിട്ടുള്ള കാരണങ്ങളും ഉണ്ട്. ആ വേദന അങ്ങനെ തന്നെ ഉൾക്കൊള്ളാൻ മറ്റൊരാൾക്ക് കഴിയണമെന്ന് ഇല്ല. കഴിയാതിരിക്കാം, സാരമില്ല, പോട്ടെ എന്നല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. നീ വിഷമിക്കാതിരിക്കും, റെഡിയാവും, ഇതിൽ കൂടുതൽ എന്താ എനിക്ക് ഒരാൾക്ക് പറഞ്ഞു തരാൻ പറ്റുക. അപ്പോൾ അത് ഞാൻ പറയണതെന്ന് വെച്ചാൽ ബെറ്റർ. ഞാൻ പറയണതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഉർവശിമാർ ഇപ്പോൾ കൂടുതലാണ്. കാരണം റീൽസ് വരുമ്പോൾ ഭയങ്കര ഹൈലി എക്സ്പെക്റ്റേഷൻസ്. റീൽസിൽ കാണുന്നത് ഇപ്പോൾ നമ്മൾ റീൽസിലൂടെ കാണിക്കുന്നത് എന്താ, സ്നേഹമുള്ള ഹസ്ബൻഡ്, കെയർ ചെയ്യുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ തരുന്നു, പിന്നെ കരിയറിൽ സപ്പോർട്ട് ചെയ്യുന്നു, ക്ലാപ്പ് ചെയ്യുന്നു. ബട്ട് ദ റിയാലിറ്റി എന്താ? റിയാലിറ്റിയിൽ എന്താ? ചിലപ്പോൾ ആ ഫോട്ടോയ്ക്ക് മാത്രമായിരിക്കും അവനങ്ങനെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. അത് എത്ര പേർക്കറിയാം? അപ്പം എൻ്റെ ലൈഫിനെ, നമ്മുടെ ലൈഫിനെ മറ്റുള്ളവരുടെ ലൈഫ് വെച്ച് ജഡ്ജ് ചെയ്യുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ബന്ധങ്ങളിൽ ഭയങ്കര വിള്ളലായിപ്പോൾ. അപ്പം ഇത് റിയാലിറ്റി ഞാൻ പറയുവാണെങ്കിൽ ഏതൊരു കുടുംബം എടുത്താലും കുറേ നല്ലതുമുണ്ട്, ചീത്തവശങ്ങളും ഉണ്ട്.
അപ്പോൾ ആ നല്ല വശങ്ങൾ മാത്രമുള്ള ഒരു ലൈഫാണെങ്കിലും നമുക്ക് എന്നും പാൽപ്പായസം കുടിച്ച രസം ഉണ്ടാവും. പാൽപ്പായസമാണ് ഇഷ്ടം വരും, എന്നും പാൽപ്പായസമാണ് മടുക്കില്ലേ? അപ്പം നേരെ മറിച്ചിട്ട് നമുക്ക് ആ ഒരു എന്താ പറയുക, ചില ദിവസം കുറേ ദിവസം കൂടിയിട്ടാണ് നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു സാധനം കിട്ടുമ്പോൾ അതിന് ഇരട്ടി മധുരമായിരിക്കും എന്ന് പറയുന്ന പോലെ ഇതെല്ലാം കൂടെ മിക്സപ്പ് ആകുമ്പോഴായിരിക്കും ലൈഫ് കുറേ കൂടി ബ്യൂട്ടിഫുൾ ആവുക എന്നാണ് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ്. അതുകൊണ്ട് എല്ലാത്തിനും രണ്ട് വശങ്ങൾ വേണം. അപ്പോൾ ഉർവശിമാർ ഉള്ളവർ മനസ്സിലാക്കുക, ഞാൻ ഇനിയൊരു ഉർവശിമാരായിട്ട് ഇരുന്നിട്ട് കാര്യമില്ല. അവനവനെ കുറച്ചുകൂടെയൊക്കെ ഫിൽ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം നമുക്ക് നമ്മുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളോടെ വരുമ്പോൾ നമ്മൾ അത്രയും പരാതി പറയില്ലല്ലോ, അല്ലേ? അതെ അതെ. ഈ ഉർവശിയുടെ കുറച്ച് എങ്കിലും റിഫ്ലക്ട് ചെയ്യുന്നുണ്ടോ പുനർജനിയിൽ? ഉർവശിയുടെ ക്യാരക്ടറിലോട്ട് അത്ര പരാതി പറയുന്ന ഒരു സ്ത്രീ ആയിട്ടല്ല അതിൻ്റെ അകത്ത് വരുന്നത്. അതിൻ്റെ അകത്ത് എല്ലാം ഹാൻഡിൽ ചെയ്യാനായിട്ട് കഷ്ടപ്പെടുന്ന ഒരു വിമനെയാണ് കാണിക്കുന്നത്. അതൊരു പീപ്പിൾ പ്ലീസറെ കാണിക്കുന്നത്, ഒരു ഗുഡ് ഗേളിനെ കാണിക്കുന്നത്. കാരണം ഞാനൊരു പരിധി വരെയൊക്കെ എൻ്റെ ലൈഫിൽ കുറച്ചൊക്കെ എല്ലാം ചെയ്യണം, നന്നായിരിക്കണം അങ്ങനെ തന്നെ. പക്ഷെ അതിൽ ഒരു നെഗറ്റീവ് വശമുണ്ട്. അപ്പോൾ അതിൽ എന്നെ മാത്രമല്ല റിഫ്ലക്റ്റ് ചെയ്യുന്നത്, എല്ലാ സ്ത്രീകളും അവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് കുറേ പീപ്പിൾ പ്ലീസേഴ്സ് ഉണ്ട് അല്ലേ? മറ്റുള്ളവർ എന്ത് വിചാരിക്കുന്നു ചിന്തിച്ചിട്ടല്ലേ നമ്മളെല്ലാവരും ജീവിക്കുന്നത്. ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ തന്നെ അവരെന്നെക്കുറിച്ച് എന്ത് ചിന്തിക്കുമോ നമ്മൾ ചിന്തിക്കുമല്ലോ. അപ്പോൾ അങ്ങനെ ആ ഒരു സൊസൈറ്റിയുടെ പ്രഷർ, അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാം എന്നുള്ളതാണ്. അതിൽ കൂടുതലും അങ്ങനത്തെയാണ്. ഒരുപാട് പരാതിയൊന്നും പറയാതെ അത്യാവശ്യം ഹാൻഡിൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു സ്ത്രീ, പക്ഷെ എന്നിട്ടും അവർക്ക് പറ്റുന്നില്ല. പരാതികളൊന്നും ഇല്ലാഞ്ഞിട്ട് പോലും അവർക്ക് പറ്റുന്നില്ല ഹാൻഡിൽ ചെയ്യാൻ. അപ്പൊ അത് ഉർവശിയെക്കാളും കഷ്ടപ്പാടുള്ള എന്തായാലും ഏപ്രിലില് ബുക്ക് റിലീസാണ്. അപ്പൊ എല്ലാവിധ ആശംസകളും. എനിക്കൊരു കോപ്പി എന്തായാലും ഞാൻ മേടിക്കും. ഉറപ്പായിട്ടും. ചിത്ര നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ മലയാളത്തിലുള്ള ബുക്കാണ്. അപ്പൊ എല്ലാവർക്കും അത് വായിക്കാൻ പറ്റട്ടെ. എല്ലാവർക്കും ഇപ്പൊ ഈ പറഞ്ഞ പോലെ കുറെ ഇൻസൈറ്റ്സ് കിട്ടണം എന്നുള്ളതാണ്. ആഫ്റ്റർ ഓൾ ഞാൻ വിമനെ കാണുന്നത് ഒരു ഗോഡസ് പോലെയാണ്. അത് എപ്പോഴും ഞാനത് നോട്ടീസ് ചെയ്യാറുണ്ട്, എപ്പോഴും പറയാ ശരിക്കും സത്യമാണത്. അത്രയും എനർജി ഉള്ളതാണ് ഒരു സ്ത്രീ. അപ്പോൾ അവരുടെ ഊർജ്ജം അവര് കണ്ടെത്താനായിട്ട് ഓരോ സ്ത്രീക്കും പറ്റുന്നുണ്ടല്ലോ. അവർക്കിതെല്ലാം ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കരുത്തുണ്ടാവും. ബെറ്റർ നമുക്ക് ചുറ്റുമുള്ള എല്ലാത്തിനും ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് നന്നാവാന്ന് ചിന്തിക്കുന്നേക്കാൾ നല്ലതാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷൻ എന്താണെങ്കിലും അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വളരാനായിട്ട് ശ്രമിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ സന്ദേശം. അതുപോലെ തന്നെ എല്ലാവർക്കും അവരൊന്ന് റീഡിസ്കവർ ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ ഇത് മോട്ടിവേഷന് വേണ്ടിയിട്ടുള്ളൊരു പുസ്തകമല്ല ആക്ച്വലി. ഇത് നിങ്ങൾ എന്താണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു ബുക്കായി മാറണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.